കർത്താവായ ദൈവമേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ വിശ്വാസ സമൂഹത്തെ അങ്ങ് ആശീർവദിക്കണമേ. കണ്ണുനീരോടെയാണ് അവര് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നുള്ള അങ്ങയുടെ വിലയേറിയ വാഗ്ദാനം ഈ ആരാധന സമയം എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ ഇടയാക്കണമേ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവരെ മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരാശയവും കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ പലതരത്തിലുള്ള വ്യാകുലങ്ങള് അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ഈ ആരാധനയില് അവർക്ക് പുതിയ വെളിച്ചം, പുതിയ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് അയച്ച നല്ല ദൈവമേ, വഴിയും സത്യവും ജീവനുമായവനെ, നിന്റെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് അരുളി ചെയ്ത എന്റെ കർത്താവേ, ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴ് പ്രപഞ്ചത്തിലെ വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഇരുട്ട് മൂടിപ്പോയവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ജീവിത വിഷയങ്ങളിലേക്ക് കല്യാണത്തിലെ പോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, ജോലിയില്ല, കടമാണ്, അവർ ശവം പോലെയാണ്, അവർ രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ, ഉടമ്പടി സ്വരൂപമേ, ഈശോയുടെ ജീവിക്കുന്ന കാരുണ്യ സാന്നിധ്യത്തിലെ ഞങ്ങൾ കൈപ്പോടെ പ്രാർത്ഥിക്കുന്നു, തീവ്രമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിലെ അടയാളങ്ങള്, വഴികള്, വെളിച്ചങ്ങള് ജീവിതത്തിലെ സംഭവിക്കട്ടെ. ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ വേകുലങ്ങളെ
വേവലാതികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല പല കാരണങ്ങളാൽ നീ ഉപേക്ഷിക്കപ്പെടാം, പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതിപ്പോൾ നമ്മൾ അഷുറൻസ് ചെയ്യണത്, ഇൻഷുറാക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉടനെ വീട്ടിലായി കഴിഞ്ഞപ്പോൾ, ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയുടെ ബാഗിൽ അബുദാബി പള്ളി ചെന്നപ്പോൾ 8 മാസത്തിന് മുമ്പാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അത് കൃപാസനത്തെക്കുറിച്ച് കേട്ടുള്ള കാരണം പിന്നീട് വായിക്കാമെന്നും പറഞ്ഞ് ബാഗിനകത്ത് മേടിച്ച് വെച്ചു. പക്ഷേ ഇവർ അമ്മയും വായിച്ചില്ല, മകനും വായിച്ചില്ല. എന്താ കാര്യം? അത് വായിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. പിന്നെ അതാണ് പ്രശ്നം. ഇത് വായിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആവശ്യം ശമ്പളമുണ്ട്, മാന്യമായ ജീവിതമുണ്ട്, എല്ലാവരും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങളിന്ന് ദൈവത്തെ ആശ്രയിക്കണത്? ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും മറ്റുള്ളവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പത്രം 8 മാസത്തിൻ്റെ തിരുന്നിട്ട് പോലും ഇവർ എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ഇപ്പോഴാണ് മകൻ പാകത്തായി കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് തോന്നിയത്, എടാ കൃപാസനത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാതാവ് ചെയ്യുന്നുണ്ടല്ല, മകനെ രക്ഷിക്കാൻ മാതാവിന് പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഈ പത്രം എടുത്ത് കൊടുക്കും. ഇപ്പോൾ അവനും മുള്ളൊക്കെ ഒടിഞ്ഞ് തണ്ടല്ലൊടിഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? തൻ്റെ മെരിറ്റ് ഡാമേജായി. എത്ര മെരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് ഡാമേജായിരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യുക? അവനത് വായിച്ച് അവനുടനെ ഓൺലൈൻ എടുത്ത് ഉടമ്പടി എടുത്ത് അത് വായിച്ച ഉടനെ ജെറമി പറയണത്, എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യമായി. ഞാനീ പത്രം വായിച്ച ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, ഓൺലൈൻ ഉടമ്പടി ജനങ്ങളെ നിങ്ങളാരും വേദനിക്കരുത്, ഒറ്റക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കൃപാസനം മാതാവ് പറന്ന് സഞ്ചാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി അന്റാർട്ടിക്കയിലുള്ളൊരു ഒരു നെറ്റുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കോവിഡ് കാലത്ത് ദൈവം തന്നാണ് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉടമ്പടി 2018 ഉടമ്പടി എടുത്ത അനുഭവം കിട്ടിയ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഈ നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയുടെ അനുഭവം ഓൺലൈൻ കിട്ടുക? ഞാൻ പറഞ്ഞ്, ഓൺലൈൻ ഉടമ്പടിക്ക് കറക്റ്റ് ഉടമ്പടി ജീവിതമല്ലേ. ഉടമ്പടി ജീവിതം ആര് ജീവിക്കുന്നുവോ അവന് അതിൻ്റെ ഫലം കിട്ടും. പിന്നെ അതിൻ്റെ നേർച്ച വസ്തുക്കൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കോവിഡ് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റായിരുന്നു. എത്രയോ മനുഷ്യരാണ് ഇവിടെ എത്തുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇപ്പോൾ ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. ഇപ്പോൾ ആലപ്പുഴത്തെ അവസ്ഥ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഇപ്പം തന്നെ ബുക്ക്ഡാണ്. ഫ്ലൈറ്റ് ആ ആഴ്ചത്തെ മുഴുവൻ ഫ്ലൈറ്റും ബുക്ക്ഡാണ്. ഇതാണ് റാലിയുടെ അവസ്ഥ. അപ്പം നിങ്ങൾ ഇന്നു മുതൽ തന്നെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അകലെ ഉള്ളവർ ഇനിയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ബുക്ക് ചെയ്തെടുക്കണം. അവശേഷിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അമ്പലപ്പുഴ അവരടുത്ത് പോയി താമസിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് റാലിയിലേക്ക് വരുന്നതിന് ഇനി ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി ആൾക്കാർ ബുക്ക് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബുദ്ധി. ഫ്ലൈറ്റും അങ്ങനെ തന്നെയാണ്. കാര്യം എൻ്റെ ചാർജ് ആ സമയത്ത് ബുക്ക് ചെയ്ത ചാർജ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. അപ്പം ഇപ്പോൾ റാലിയെ സംബന്ധിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഓരോ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി ആ മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ജെറോമി പറയണത്, ഞങ്ങൾ ഉടമ്പടി വെക്കാതിരുന്നൊരു കാര്യമുണ്ട്. അതെങ്ങനെ ഉടമ്പടി വെക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് വെച്ചില്ല. പക്ഷേ എൻ്റെ കുടുംബം അനുഭവിച്ച വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ മകൾക്ക് ഈ എപ്പോഴും മൂക്കിന് ഒരു രോഗമുണ്ട്. അഡിനോയിഡിൻ്റെ ഒരു സിസ്റ്റാണ്. അതിങ്ങനെ ബൾജ് ചെയ്ത് വരും. എപ്പോഴും ജലദോഷമാണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ കൊച്ച് എപ്പോഴും ഇങ്ങനെ അസുഖപ്പെട്ടിരിക്കും. പല ചികിത്സകൾ നോക്കിയിട്ട് നടക്കാതിരിക്കുകയായിരുന്നു. ഉടമ്പടി ഞങ്ങളത് വെച്ചിട്ടില്ല. കാര്യം അവർക്ക് അത്രയും ദൈവത്തെക്കുറിച്ച് അറിവില്ലല്ലോ.
അപ്പം അവർക്കുള്ള അടിയന്തര പ്രശ്നം എന്താണ്? ജോലി നഷ്ടപ്പെട്ടതല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ അഡിനോയിഡിൻ്റെ അസുഖം കൊച്ചിന് മാസങ്ങളോ വർഷങ്ങളായിട്ടോ ഉള്ളതാണ്. ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എന്നാ പറ്റി? അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണ്? ഉടമ്പടി തൈലമാണ് ഉള്ളത്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഈ അഡിനോയിഡിനെ അവർ വിശ്വാസപ്രമാണം ചൊല്ലി അവർ പെട്ടാൻ തുടങ്ങി. ഈ ജെറോമി എന്ന് പറയാനും വൈഫെന്ന് പറയാനും പക്കായിട്ട് അവർ ഉടമ്പടിയിലോട്ട് കറക്റ്റ്. അതാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയെന്നല്ല പറഞ്ഞത്. ഉടമ്പടി ജീവിതം കാണുന്നവരെല്ലാം സഹായിച്ചും കർത്താവിനെ അറിയാത്ത അറിയിച്ചും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉടമ്പടി തൈലം പറ്റിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഇപ്പം അഡിനോയിഡ് ഇല്ലല്ല, കുഞ്ഞ് സുഖപ്പെട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചേ, അവരത് ഉടമ്പടി വെച്ചിട്ടില്ല. നിങ്ങൾ ഉടമ്പടി വെച്ചില്ല, ദൈവം അങ്ങനെ പറയാമോ? അവർ ഉടമ്പടി വെച്ചിട്ടില്ല അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറയാമോ? അങ്ങനെയല്ല. ദൈവം നമ്മൾ ദൈവ വഴിയിലേക്ക് വരുമ്പോൾ പിന്നെ നീ വെക്കണം വെക്കാത്തതും ദൈവത്തിന് പ്രശ്നമില്ല. നിന്റെ ടോട്ടലായിട്ടാണ് ദൈവം സംരക്ഷിക്കുന്നത്. കൈയടിച്ച് ശ്രുതികട്ടെ. പിന്നെ ഉടനെ ജെറോമി അടുത്ത അനുഭവങ്ങൾ എന്താ വെച്ചാൽ, ഉടമ്പടി ഇയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയല്ലേ. പണ്ട് ഒരു കൃപാസനം പത്രം കിട്ടിയിട്ട് 8 മാസമായിട്ട് വായിക്കാതിരുന്ന ആൾ ഇപ്പം എന്താണ്? കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങേര് തന്നെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ അനുഭവങ്ങളെ. അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം എന്തുമാത്രം മഹത്വപ്പെടുമെന്നറിയാവോ? ആണായാലും പെണ്ണാലും ചെറുപ്പക്കാരെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ വയസ്സായിട്ട് വർക്ക് ചെയ്യാനിരിക്കരുത്. അതാണ് പറഞ്ഞത്, യുവാവേ നീ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ എലഗൻ്റായിട്ടുള്ള പ്രായമാണത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ടാണ് അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് യൂത്ത് അത് ചെയ്യേണ്ടത്. കാര്യം ദൈവം ഇരട്ടി മഹത്വപ്പെടും. ദൈവം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വാരിയെടുത്ത് ഓൺ ചെയ്യും. അപ്പം അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണം. അവർക്ക് വിശ്വാസത്തോടെ ആ വിശ്വാസം പ്രഘോഷിക്കാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണം. അവർക്ക് ദൈവസ്നേഹം നൽകണം. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അപ്പോസ്തലന്മാരായി സുവിശേഷ സാക്ഷികളായി അവരെ മാറ്റണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ജെറോമി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം ആൾ സത്യസന്ധനാണെന്ന്. പിന്നെന്താ പറയണേ, ഞാൻ ഈ വീട്ടിൽ ഇരുന്നിട്ട് 100 കമ്പനികൾക്ക് IT കമ്പനികൾക്ക് ആപ്ലിക്കേഷൻ വിട്ടു. 100 കമ്പനികൾക്ക്. ആർക്കും എന്നെ വേണ്ട. ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ന കമ്പനി ഞാൻ വർക്ക് ചെയ്തതായിട്ട് ഹൈ പ്രൊഫൈൽ കാണിച്ചിട്ടും ഒരു മനുഷ്യന് എന്നെ വേണ്ട. അപ്പം ഞാൻ ഓർത്തിൻ്റെ ജീവിതം മൊത്തം ഇരുട്ട് കയറി, ഞാൻ തീർന്നെന്ന് വിചാരിച്ചു. ആരെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും അന്തിമ വാക്ക് കർത്താവിൻ്റെതാണ്. കർത്താവ് തീർന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈവിടൂ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം ശരിക്കും പാടുക. ആരു മറന്നാലും മറക്കാത്തവൻ ഞാൻ നിന്നെ ഒരുമിച്ച് ഞാൻ നിന്നെ കൈവിടുമോ പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിൻ്റെ സെലക്ഷൻ ഭയങ്കര രസമാണ്. സാജന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ, ഈ ജെറോമി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയെ മാതാവിനറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വന്ന് നിയോഗത്തിലിട്ടപ്പോൾ എനിക്ക് ഇപ്പോൾ അവർക്ക് വീട് പണി പൂർത്തിയായി. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അവർ കയറി താമസിച്ചു. ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഒരു സഹോദരിക്ക് ജോലി കിട്ടുന്ന ഇയർ ഗ്യാപ്പ്, ഒത്തിരി 13 വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവൾക്ക് UK പോകാൻ സാധിച്ചു. അവിടെ ജോലി കിട്ടി, ഫാമിലിയായിട്ട് അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനും മാതാവ് ഒരുക്കി തന്ന ഈ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് സാഹചര്യം വന്നാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി നൽകി. എന്ത് വന്നാലും ഉടമ്പടി പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലാനുള്ള ഒരു ഇത് തന്നു. ബൈബിൾ വായിക്കുന്നതിനും ഈ ഉടമ്പടി സമയത്ത് പുതിയ നിയമം മൊത്തം വായിച്ചു തീർക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ വേദനകളിൽ പങ്കുചേരാനും സാധിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തന ഉടമ്പടി ധ്യാനത്തിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി ധ്യാനത്തിൽ രോഗികളായിരിക്കുന്നവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാനും സാധിച്ചു. അതുപോലെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് അവനും ഗ്രോത്ത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഒരു സന്ദേശം കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ ആൾത്താരെയും നമ്മുടെ ജോസഫ് അച്ഛനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ഞാൻ ഈ ഇതിൻ്റെ ഏറ്റവും ബാക്കിലിരിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ ഒരു അച്ഛനാണോ ആരോ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് പറയുന്നു, ഉടമ്പടി ഉപ്പ് കയ്യിലുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കണേ എന്നുള്ള രീതിയിൽ അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെയാണ് കിട്ടിയത്. അവന് ഒരു കുഴപ്പവുമില്ല. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും എല്ലാം നന്ദി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശാന്ത മാധവൻ, മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 14 എൻ്റെ കൈയുടെ വേദനയ്ക്കാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ട് എൻ്റെ കൈക്ക് വേദന വന്ന ഒരു വശം ഇങ്ങോട്ട് തളർന്നു പോകുമായിരുന്നു. വേദന പിടിച്ച് നിൽക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു മാസമായിട്ട് എനിക്ക് വേദന തുടങ്ങിയുള്ളൂ. ആ ഒരു മാസം എനിക്ക് സഹിച്ച് നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. അതുവഴി ഞാൻ പാലായിൽ പോയി ഡോക്ടറെ കണ്ട്. ഡോക്ടർ നോക്കിച്ചും പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞ് എക്സ്റേയിൽ ഞരമ്പുകൾ മാംസത്തിൻ്റെ ഇടക്ക് പതിഞ്ഞിരിക്കുക, ബ്ലഡ് ഓടുന്നില്ലെന്ന് പറഞ്ഞു. അത് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ MRI എടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി MRI എടുത്തു. MRI എടുത്തപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഞാനതുവഴി എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്ക്, അന്നേരം നിൻ്റെ അസുഖം മാറും, നീ ഓപ്പറേഷൻ ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്താൽ ഈ വശം തളർന്നു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പേടിയായി. അതുവഴി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒക്ടോബർ 14 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം കുറവായി തുടങ്ങി. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ പുറകിൽ വന്ന് നിന്നു. അപ്പം മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്യും പോലെ ആരോ എൻ്റെ മേത്ത് കൈ വെച്ച് ടൈപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ മേത്ത് ധാരാണ് ഇങ്ങനെ തുടങ്ങണത്. ഇവിടെ വേദനയുള്ള സ്ഥലത്ത് മാതാവ് വന്നു. എൻ്റെ ടൈപ്പ് ചെയ്യും പോലെ എനിക്ക് തോന്നി. ടൈപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന കുറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ മകൻ്റെ കല്യാണം.
ഞാൻ ഒക്ടോബർ 14 ഉടമ്പടി എടുത്ത് നവംബർ 16 എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ 2 കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൻ്റെ ഈ മടക്കിന് എല്ലിൻ്റെ ഇടക്ക് ഞരമ്പ്, അത് ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, അതും കുറഞ്ഞു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ എൻ്റെ അടുക്കെ വന്ന് പറയും, എനിക്ക് വീടില്ല, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും.